നാളുകളായി നടന്നുകൊണ്ടുവന്നിരിക്കുന്ന ജീവനക്കാർക്കെതിരായിട്ടുള്ള നടപടി അത് സത്യത്തിൽ ഈ ബാങ്കിലെ ഇടപാടുകാരെ പോലും ബാധിച്ചിരിക്കുകയാണ്. പൊതുമേഖലയിൽപ്പെട്ട ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കഴിഞ്ഞ മെഗാ ലയന സമയത്ത് ലയനം നടക്കാത്ത ബാങ്കാണ്. ഇപ്പോഴുള്ള 12 പൊതുമേഖലാ ബാങ്കിൽ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളൊരു നയവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അതുമായി ബന്ധപ്പെട്ട് ആ ലയനവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ബാങ്കാണെന്നാണ് സർക്കാർ പറയുന്നത്. അതിന്റെ സമ്മർദ്ദം ഇവിടുത്തെ ജീവനക്കാർക്ക്, മേൽത്തട്ടിലുള്ള ജീവനക്കാർക്കുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള ക്രൂര വിനോദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുകയാണ്. അതുകൊണ്ടാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓഫീസർമാർക്കിടയിൽ സംഘടനയില്ല, പക്ഷേ ബാങ്കിംഗ് മേഖലയിൽ ഒരു തൊഴിലാളിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നാൽ അവിടെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇത് ഇന്നൊരു ദിവസത്തെ പണിയുടെ പ്രക്ഷോഭം കൊണ്ട് നിൽക്കുകയല്ല. ഈ സമരം മറ്റ് ബഹുജന സംഘടനകളും തൊഴിലാളി സംഘടനകളും ഏറ്റെടുത്തിരിക്കുന്നു. CITU എന്ന് പറയുന്ന സംഘടന നാളെ മുതൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ, ഞാൻ നേരത്തെ ഉന്നയിച്ച ഈ ജീവനക്കാരനും മറ്റു ജീവനക്കാർക്കും എതിരായിട്ടുള്ള ഈ തെറ്റായ ശിക്ഷാ നടപടി പിൻവലിക്കുന്നതുവരെ, ഈ മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ തുടർച്ചയായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ട് അത്തരത്തിലുള്ള തുടർച്ചയായ സമരപരിപാടികൾ ഇവിടെ മുന്നോട്ടേക്ക് പോകും. അതോടൊപ്പം ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അടുത്ത ദിവസം തന്നെ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കുകളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതിനെല്ലാം മാധ്യമങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ മേധാവികൾ ബാങ്കിലിരുന്നു കൊണ്ട് ആ ബാങ്കിനെ വഞ്ചിക്കുന്ന രീതിയിലുള്ള നെറികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഒരു ബാങ്കിനകത്ത് അതിന്റെ ഉദ്യോഗസ്ഥരെ, അതായത് പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ ജാതിപ്പേര് ചൊല്ലി വിളിക്കുക, അദ്ദേഹത്തിനോട് അദ്ദേഹം ആ ജാതിക്കാരനായതുകൊണ്ട് അത്തരത്തിലുള്ള പണി ചെയ്യാൻ നിർബന്ധിക്കുക, അങ്ങനെയുള്ള ഒരാള് ഈ ബാങ്കിന്റെ ഉള്ളിൽ വെച്ച് ആ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുക, അവർക്കെതിരെ ഒരു കേസ് നടക്കുകയാണ്. ആ കേസിന്റെ ഭാഗമായി ഈ ശിക്ഷ നടത്തിയ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കാശ്മീർ സിംഗിനെ സഹായിക്കുന്നതിന് അദ്ദേഹത്തെ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ചെന്നൈയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടുത്തയാളെയും പതുക്കെ നടത്തിക്കൊണ്ടുപോകാനാ ശ്രമം. നാളെ മുതൽ CITUവിന്റെ സംഘടനകൾ, വിവിധ സംഘടനകൾ നാളെ മുതൽ ഈ ബാങ്ക് ഓഫീസിന് മുന്നിൽ കാശ്മീർ സിംഗ് അടക്കമുള്ളവരെ, കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി സമരരംഗത്ത് പോവുകയാണ്. ഇവിടെ ഞങ്ങളുടെ സമരം റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എഴുതിയെടുക്കാനോ ഒക്കെയുള്ള മാധ്യമ പ്രവർത്തകർ വന്നിട്ടുണ്ട്. ആ സവർണ, ആ ബ്രാഹ്മണ മനോഭാവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പ്രകടിപ്പിക്കാൻ നോക്കിയത്. അങ്ങനെ പ്രകടിപ്പിക്കുക മാത്രമല്ല, മർദ്ദിക്കുക, ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുക.